ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2-ലെ 7ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പാഠഭാഗം ആരംഭിക്കുന്നത് കുറച്ച് പത്ര കട്ടിങ്ങുകൾ തന്നിട്ടാണ്. ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്കും സാധ്യത, തീരദേശവാസികൾക്ക് ജാഗ്രത നിർദ്ദേശം. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്തു നിന്ന് കൊച്ചിയിൽ എത്തിച്ചു. പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിന് ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ്. അപ്പോൾ ഈ പത്രക്കട്ടിങ്ങുകളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ആശയവിനിമയത്തിന്റെ സാധ്യതകൾ, അതുപോലെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ ഇന്നത്തെ കാലത്തെ ഉപയോഗങ്ങൾ, ഗതാഗത സംവിധാനത്തിന്റെ ഒരു നൂതന ആശയം, ഇവയെല്ലാം നമുക്ക് ഈ പത്രക്കട്ടിങ്ങുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഭൂചലനം, സുനാമി സാധ്യതയൊക്കെ വരുന്ന സമയത്ത് തന്നെ ആ പ്രദേശത്തെ നിവാസികളെ നമുക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഹൃദയ ശസ്ത്രക്രിയ പോലെയുള്ള ഉയർന്ന ചികിത്സാ രീതികൾ നമുക്ക് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാനായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസ് വഴി തിരുവനന്തപുരം പോലെയുള്ള ഒരു നഗരത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ അടിയന്തര സാഹചര്യങ്ങളിൽ വിദൂര സ്ഥലങ്ങളിലുള്ള 2 വ്യക്തികൾ തമ്മിൽ ജില്ലാ കളക്ടർമാരുമായിട്ട് മുഖ്യമന്ത്രിക്ക് ദൂരെ നിന്നുകൊണ്ട് തന്നെ വീഡിയോ കോൺഫറൻസ് വഴി പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനും പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ഏകോപനത്തിന് അടിയന്തര തീരുമാനങ്ങൾ എടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ വിദൂര തലത്തിലുള്ള ആശയവിനിമയത്തിനും അതുപോലെ ഗതാഗത സംവിധാനങ്ങളുടെയും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെയൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചു. ഈ സന്ദർഭങ്ങളെല്ലാം നിത്യജീവിതത്തിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രസക്തി നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്തത്. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണ് ഇത്. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നു. ആശയവിനിമയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്താണ് ഗതാഗതം? ഗതാഗതത്തിന്റെ കാലഘട്ടത്തെ മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള സ്റ്റാമ്പുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യം തന്നിട്ടുള്ളത് പല്ലക്കിന്റെ രൂപത്തിൽ, പല്ലക്കിന്റെ ചിത്രമാണ് ഒന്നാമത്തേതിൽ. രണ്ടാമത്തേതിൽ സ്കൂൾ റിക്ഷയുടെ ചിത്രമാണ്. മൂന്നാമത് സൈക്കിൾ റിക്ഷയാണ്. പിന്നീട് ബസ്സിന്റെ ചിത്രം, ഡബിൾ ഡക്കർ ബസ്സിന്റെ ചിത്രം, ഷെവർലെ കാറ് അല്ലെങ്കിൽ ജീപ്പ് പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വാഹനത്തിന്റെ ചിത്രം. ഗതാഗതത്തിന്റെ വിവിധ കാലഘട്ടത്തിലുള്ള വികാസമാണ് ഈ സ്റ്റാമ്പുകളിലൂടെ തപാൽ വകുപ്പ് നമുക്ക് കാണിച്ചു തരുന്നത്. വാഹനം എന്താണ്? വാഹനത്തിന്റെ അർത്ഥം വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം. വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിന്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവിവർഗം മനുഷ്യരാണ്, നമുക്കറിയാവുന്നതാണ്. പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായി നമ്മൾ മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു. ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു വാഹനങ്ങൾക്ക് പകരമായി പണ്ട് കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. പലതരം ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ വാഹനങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത്. എന്തിനൊക്കെയാണ്? സഞ്ചാരത്തിനായി നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ചരക്കുകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. വിനോദത്തിന് ഉപയോഗിക്കുന്നു. കൃഷി കാര്യങ്ങൾക്ക്, കൃഷിയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നു. അടിയന്തര സേവനങ്ങൾ എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് വാഹനങ്ങൾ കൊണ്ട് ഇന്ന് നമുക്കുള്ളത്.
ഈ വാഹനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മളിപ്പോൾ പറഞ്ഞ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നടത്തിയിരുന്ന ചില രീതികളാണ് ഇതൊക്കെ. എന്തൊക്കെയാണ്? കാൽനടയായിട്ട് നടത്തിയിരുന്നു, തലച്ചുവടായി സാധനങ്ങൾ കൊണ്ടുപോയി നടത്തിയിരുന്നു, മൃഗങ്ങളുടെ പുറത്ത് കൊണ്ടുപോയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായ സാഹചര്യത്തിലാണ് വാഹനങ്ങൾ കണ്ടെത്തിയത്. അതായത് നമുക്കറിയാം, കാൽനടയായും തലച്ചുവടായും മൃഗങ്ങളുടെ പുറത്തുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോവുകയും കൃഷിക്കും നിർമ്മാണത്തിനൊക്കെ ഇത്തരത്തിൽ സാധനങ്ങൾ തലച്ചുമടായി കൊണ്ടുപോവുകയും കാൽനടയായി ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവിടെ നിരവധി പരിമിതികൾ ഉണ്ടാകും. എന്തൊക്കെയായിരിക്കും പരിമിതികൾ? ഒന്നാമത്തെ പോയിന്റ്, വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നമുക്ക് പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ, മനുഷ്യാധ്വാനം കൂടുതലാണ്, മനുഷ്യൻ കൂടുതലായി അധ്വാനിക്കേണ്ടി വരുന്നു. അതുപോലെ മനുഷ്യൻ കാൽനടയായി അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്തൊക്കെ വെച്ച് കൊണ്ടുപോകുമ്പോൾ ഒന്ന്, യാത്ര ദുഷ്കരമായിരുന്നു, രണ്ടാമത് കാലതാമസം നേരിട്ടിരുന്നു. ഇവയെല്ലാം തന്നെ ഇതിൻ്റെ പരിമിതികളായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയധികം പരിമിതികൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. അപ്പോൾ ചക്രങ്ങൾ എങ്ങനെ കണ്ടെത്തി? അതാണ് ഇനി പറയുന്നത്. ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക്. മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ആദ്യം മനുഷ്യർ ചക്രങ്ങൾക്ക് പകരം കണ്ടെത്തിയിരുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഉരുളൻ മരത്തടികളാണ്. ഇത്തരത്തിൽ ഉരുളൻ മരത്തടികളുടെ മുകളിൽ ചരക്കുകൾ വെച്ച് ഉരുട്ടിയാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഭാരമുള്ള സാധനങ്ങൾ നീക്കി കൊണ്ടുപോകാനായിട്ട് കുറച്ച് എളുപ്പമുള്ളതായിട്ട് മനുഷ്യർക്ക് അനുഭവപ്പെട്ടു. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ച് ഉരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാണെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെ ചെറുതാക്കി ചെറുതാക്കി ചക്രങ്ങളാക്കി മാറ്റി. അങ്ങനെയാണ് ചക്രങ്ങളുടെ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. അതിനൊരു ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗം പറയുകയാണ് ഇവിടെ. 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. മേപ്പിൾ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിന്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1976 കണ്ടെത്തിയത്. 4500 വർഷത്തിലധികം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുൻപ് ചക്രങ്ങൾ കണ്ടെത്തിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മേപ്പിൾ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ മരത്തിന്റെ ചക്രം. ഇത് ഇപ്പോൾ സ്വിസ് നാഷണൽ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ തന്നിട്ടുള്ളത് ചക്രത്തിന്റെ ഒരു പരിണാമ ഘട്ടമാണ്. നമുക്കറിയാം, മരത്തിന്റെ പലകകൾ കൊണ്ടാണ് ആദ്യം ചക്രങ്ങൾ ഉണ്ടാക്കിയിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഈ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കണ്ടെത്തിയ ഈ ചക്രത്തിന് പോലും എന്ത് കൃത്യമായ രീതിയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. അത്രയും പ്ലാൻഡ് ആയിരുന്നു അന്നത്തെ ചക്ര നിർമ്മാണ രീതി. അപ്പോൾ അത്തരത്തിൽ നിർമ്മിച്ച മരത്തിന്റെ ചക്രത്തിൽ നിന്നും പിന്നീട് കുറച്ചുകൂടി കാലങ്ങൾ കഴിയുമ്പോൾ കുറച്ചുകൂടി ഉറപ്പുള്ള, കുറച്ചുകൂടി ഈട് നിൽക്കുന്ന തരത്തിലുള്ള ചക്രത്തിലേക്ക് പരിണാമം സംഭവിച്ചാണ് ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ചക്രത്തിലേക്ക് മാറ്റപ്പെട്ടത്. മെസപ്പട്ടോമിയ തന്നിട്ടുണ്ട് ഒരു ഉദാഹരണം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കണം കേട്ടോ. മെസപ്പട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പട്ടോമിയൻ സംസ്കാരം വളർന്നത്. മെസപ്പട്ടോമിയക്കാരാണ് ആദ്യം ചക്രത്തെ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നത്. അതിനുശേഷം ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ മെച്ചപ്പെടുത്തി. ഇനി മെസപ്പട്ടോമിയൻ എവിടെയെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പട്ടോമിയൻ സംസ്കാരം വളർന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. മെസപ്പട്ടോമിയ എന്ന ഈ പ്രദേശം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ്.
രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം. ഇനി ഈ ചിത്രങ്ങൾ നോക്കിക്കേ. ഒന്ന്, ചരക്കുകൾ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ കാണാം. രണ്ടാമത്, അത്തരത്തിലുള്ള ചരക്കുകൾ മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടും കാണാം. മൂന്നാമത്, മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന മൃഗത്തിന്റെ ഒരു വാഹനവും ചരക്കുകളെയും ചേർത്ത് മനുഷ്യൻ നയിക്കുന്ന മൃഗങ്ങൾ വലിക്കുന്ന ഒരു വാഹനവും കാണാം. 4 തരത്തിലുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തെ എങ്ങനെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നു എന്ന ചിത്രമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതും നമുക്കിവിടെ കാണാനായി സാധിക്കുന്നു. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ആവശ്യങ്ങൾക്ക്, വിവിധ ഗതാഗത ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ ചരക്കുകൾ ഉപയോഗിക്കുന്നില്ല, ഒരു മനുഷ്യനാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ചരക്ക് കൈമാറ്റം നടക്കുന്നുണ്ട്, ഇവിടെയും അതെ. അപ്പോൾ അത്തരത്തിൽ ചരക്കുകൾ മാത്രം കൊണ്ടുപോകുന്നതിനായിട്ടും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനായിട്ടും ഇത്തരത്തിലുള്ള ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താനായി തുടങ്ങി. ചക്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുപോകുന്നതിനേക്കാളും ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള യന്ത്രങ്ങൾ കൊണ്ടുള്ള വാഹനങ്ങൾ ഗതാഗത മാർഗത്തിൽ വലിയ യാത്ര എളുപ്പമാക്കുന്ന തരത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഗതാഗത മാർഗങ്ങൾ, പുരോഗമനം പ്രാപിച്ച ഗതാഗത മാർഗങ്ങൾ, പ്രധാനമായും 3 തരത്തിലാണ് ഗതാഗത മാർഗങ്ങൾ ഉള്ളത്. 1 കരഗതാഗതം, 2 ജലഗതാഗതം, 3 വ്യോമഗതാഗതം. കരഗതാഗതം 2 തരത്തിലാണ് പ്രധാനമായും പറയുന്നത്. 1 റോഡ് ഗതാഗതം, 2 റെയിൽ ഗതാഗതം. റോഡ് ഗതാഗതമാണ് ആദ്യം പറയുന്നത്. കരഗതാഗതം നമ്മൾ പറഞ്ഞു, കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. കരഗതാഗതം കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. 2 തരത്തിലാണ്, റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. ആദ്യം നമ്മൾ റോഡ് ഗതാഗതമാണ് പറയുന്നത്. നമ്മുടെ വാഹനങ്ങളൊക്കെ സുഗമമായ സഞ്ചാരം സാധ്യമാക്കണമെങ്കിൽ സഞ്ചാരപാതകൾ നല്ലതായിരിക്കണം. സുഗമമായ സഞ്ചാരപാതയുണ്ടെങ്കിൽ മാത്രമേ സുഗമമായ സഞ്ചാരം നമ്മുടെ വാഹനങ്ങൾക്ക് നമുക്കും സാധ്യമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ സഞ്ചാരപാതയുടെ ഒരു പരിണാമമാണ് ഇവിടെ കാണിക്കുന്നത്. ഒറ്റയടി പാതയാണ് ആദ്യത്തേത്. അത് പിന്നീട് വികസിച്ച് മൺപാതയായിട്ടും അതിനുശേഷം കല്ല് പാകിയ പാതയായിട്ടും മാറുന്നുണ്ട്. കല്ല് പാകിയ പാത എന്ന് പറയുമ്പോൾ ഒറ്റയടി പാതയിൽ നിന്ന് കുറച്ചുകൂടെ നല്ലതായി മാറി. അതിനുശേഷമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതുപോലെ കോൺക്രീറ്റ് പാതയിലേക്കുള്ള ഒരു വികസനം. തുടർന്നാണ് ടാർ ചെയ്ത നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള നല്ല പാതകൾ രൂപപ്പെടുന്നത്. ഒറ്റയടി പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു. അപ്പോൾ യാത്ര കൂടുതൽ എളുപ്പമുള്ളതായി. ഒറ്റയടി പാതയിലൊക്കെ യാത്ര എന്ന് പറയുന്നത് കുറച്ച് ക്ലേശകരമായിരിക്കും. മക് ആദം റോഡുകൾ. മക് ആദം റോഡുകൾ എന്താണെന്നാണ് ഇനി നോക്കുന്നത്. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. മക് ആദമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്ന് അറിയപ്പെട്ടു. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾ മക് ആദം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1820 ഇദ്ദേഹം ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ
എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല ഇപ്പോൾ നിലവിലുണ്ട്. ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ എന്താണ് ദേശീയ പാതകൾ, സംസ്ഥാന പാതകൾ, ഗ്രാമീണ പാതകൾ, അതുപോലെ ജില്ലാ ഹൈവേകൾ എന്നൊക്കെ പറയുന്നത്? ദേശീയ പാതകൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളെയും പ്രധാന ഭാഗങ്ങളെയും സ്ഥലങ്ങളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ്. ഇതിന് ദേശീയ പ്രാധാന്യമുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള റോഡുകളാണ് ദേശീയ പാതകൾ എന്ന് പറയുന്നത്. ഇവയിൽ ചിലത് ഇന്ത്യയെ ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ മുതലായ അയൽ രാജ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ദേശീയ പാതകളുടെ പരിപാലനം കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന പാതകളാണെങ്കിൽ ദേശീയ പാതകളെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട റോഡുകളാണ് സംസ്ഥാന പാതകൾ. ഈ പാതകളുടെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഓക്കെ, ഇനി ഗ്രാമീണ പാതകൾക്ക് മുന്നേ നമുക്ക് ജില്ലാ ഹൈവേകൾ പറയാം. ജില്ലാ ഹൈവേ എന്ന് പറയുന്നത് ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡുകളാണ്. ഈ റോഡുകൾ ഒരു ജില്ലയിലെ പ്രധാന റോഡുകളെ സംസ്ഥാനത്തിൻ്റെ പ്രധാന റോഡുകളുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണി നോക്കുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. ഗ്രാമീണ പാതകൾ ഒരു ഗ്രാമത്തെ മറ്റൊരു ഗ്രാമമായിട്ട് അല്ലെങ്കിൽ വിവിധ ഗ്രാമങ്ങളുമായിട്ടും ഗ്രാമങ്ങളെ ജില്ലയിലെ പ്രധാന റോഡുകളുമായിട്ടും ബന്ധിപ്പിക്കുന്നു. കൂടുതൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ റോഡുകളുടെ അല്ലെങ്കിൽ പാതകളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ റോഡുകളുടെ പരിപാലനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. ഗ്രാമീണ പാതകളുടെ ചുമതല ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. അപ്പോൾ കൂടുതൽ കണക്ടിവിറ്റി വരുത്തി നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുക എന്നതാണ് റോഡ് ഗതാഗതം കൊണ്ട് പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ, 2 ഹൈവേകൾ തന്നിട്ടുണ്ട്. സുവർണ ചതുഷ്കോണവും വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. ആദ്യം സുവർണ ചതുഷ്കോണം, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ നോക്കാം. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നുപോകുന്നു. പ്രധാനമായും വലിയ നഗരങ്ങളായ ഈ 4 നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് സുവർണ ചതുഷ്കോണം, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ഇത് കൂടാതെ 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ ഒരു സുവർണ ചതുഷ്കോണം കടന്നു പോകുന്നു. ഇനി വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും, നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത് ശ്രീനഗറിനെയും കന്യാകുമാരിയെയും, അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചറിനെയും പോർബന്ദറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതാണ് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. അടുത്ത പിക്ചർ നോക്കുകയാണെങ്കിൽ ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ ഒരു വികാസ പരിണാമ ഘട്ടങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ചക്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങളുടെ വികാസ പരിണാമം നോക്കാം. ഒന്നാമത്തേത് ആദ്യകാലത്തുള്ള മനുഷ്യർ വലിക്കുന്ന വാഹനങ്ങൾ, മനുഷ്യരുടെ അധ്വാനം കൊണ്ട് നീങ്ങുന്ന വാഹനങ്ങൾ. പിന്നീടത് മൃഗങ്ങൾ വലിക്കുന്ന രീതിയിലേക്ക് മാറി. മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി മനുഷ്യൻ. പിന്നീടത് സൈക്കിളായിട്ട് മാറി. മനുഷ്യൻ്റെ പ്രയത്നം ആവശ്യമാണ്, എങ്കിലും യാത്ര കുറച്ചുകൂടി സുഗമമാക്കുന്ന രീതിയിലുള്ള സൈക്കിളിൻ്റെ ഉപയോഗം. അതിനൊന്നും കൂടെ പുരോഗമിച്ച് സ്കൂട്ടർ, ഇരുചക്ര വാഹനങ്ങളുണ്ടായി. തുടർന്ന് ഓട്ടോറിക്ഷ, ജീപ്പ് അല്ലെങ്കിൽ കാറിൻ്റെ ഉപയോഗമൊക്കെ വന്നു തുടങ്ങി. പിന്നീട് ചരക്ക് നീക്കത്തിനായിട്ടുള്ള വാഹനങ്ങൾ വന്നു.
പൊതുഗതാഗതത്തിനുള്ള വാഹനങ്ങളും വന്നു. കുറച്ചുകൂടി നല്ല റോഡുകളും നമുക്ക് അതേ തുടർന്ന് സാധ്യമായിട്ട് വന്നു. റോഡ് ഗതാഗതത്തിന്റെ മേന്മകൾ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് റോഡ് ഗതാഗതത്തെ കുറിച്ചാണ്. റോഡ് ഗതാഗതത്തിന് തീർച്ചയായും നല്ല മേന്മകളുണ്ട്. എന്തൊക്കെയാണ് റോഡ് ഗതാഗതത്തിന്റെ മേന്മകൾ? ഒന്നാമത് താരതമ്യേന ചെലവ് കുറവാണ് എന്നുള്ളതാണ്. ചെലവ് എന്ന് തന്നെയാണ് കേട്ടോ, ചിലവല്ല, ശ്രദ്ധിക്കണേ, മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ട്. ചെലവ്. ഓക്കെ, താരതമ്യേന ചെലവ് കുറവാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും, നമ്മൾ പറഞ്ഞു റോഡുകൾ വഴി കണക്ടിവിറ്റി ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന വിധത്തിലാണ് റോഡ് ഗതാഗതം ഉള്ളത്. അത് റോഡ് ഗതാഗതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേന്മയാണ്. ഹ്രസ്വദൂര യാത്രകൾക്ക് അനുയോജ്യമാണ്. അതുപോലെ സൗകര്യപ്രദമാണ്. ഉൾപ്രദേശങ്ങളിൽ ഗതാഗത മാർഗം സാധ്യമാകുന്നുണ്ട്. വിവിധോദ്ദേശ സേവനങ്ങളും റോഡ് ഗതാഗതം കൊണ്ട് സാധ്യമാകുന്നുണ്ട്. ഓക്കെ, നമ്മൾ കരഗതാഗതത്തിലെ റോഡ് ഗതാഗതത്തെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തേത് റെയിൽ ഗതാഗതമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. റെയിൽ ഗതാഗതം ഏത് പ്രായക്കാർക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ് തീവണ്ടി എന്ന് പറയുന്നത്, അല്ലേ? കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. കരയിലെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആദ്യം ആരംഭിക്കുന്നത്. ആവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിന്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. ഇവിടെ റെയിൽ ഗതാഗതത്തിന്റെ ഒരു പുരോഗമന പാതയാണ് തന്നിട്ടുള്ളത്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിക്കുന്നത്. ആവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തു. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചത്. പിന്നീട് വികാസത്തിന്റെ ഭാഗമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. ഇവിടെ ആ ഒരു പോയിന്റ് തന്നെയാണ് ഒന്നും കൂടെ എംഫസൈസ് ചെയ്ത് തന്നിട്ടുള്ളത്. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടത്. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തിലെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവാണ് ആദ്യമായി ഓടിച്ച് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് ആരംഭം കുറിക്കുന്നത്. ഇവിടെ പിക്ചറിൽ തന്നിരിക്കുന്നത് വിവിധ കാലഘട്ടങ്ങളിലെ തീവണ്ടിയുടെ ചിത്രങ്ങളാണ്. ഇതാണ് ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ്. കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടി. തുടർന്ന് പ്രത്യേക പാതയിലൂടെ കൊണ്ടുപോകുന്ന കുതിരകൾ കൊണ്ടുപോകുന്ന തീവണ്ടി കാണാൻ പറ്റും. അതിനുശേഷമാണ് യാത്രകൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ റെയിൽവേയിൽ ഉപയോഗിക്കുന്ന ഫസ്റ്റ് പബ്ലിക് റെയിൽവേ, സ്റ്റീം ലോക്കോമോട്ടീവ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫസ്റ്റ് പബ്ലിക് റെയിൽവേ ആണിത്. അതിനുശേഷം നാലാമത് തന്നിട്ടുള്ളത് 20-ാം നൂറ്റാണ്ടിലൊക്കെ കണ്ടിരുന്ന ലോക്കോമോട്ടീവ്, സ്റ്റീം ലോക്കോമോട്ടീവ്, ക്ലാസിക് ഡിസൈനിലുള്ള സ്റ്റീം ലോക്കോമോട്ടീവ് ആണ്. 5ാമത് നമ്പർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് വന്ദേ ഭാരത് പോലെയുള്ള സെമി സ്പീഡ് വാഹനങ്ങളാണ്. 6ാമത് തന്നിരിക്കുന്നതാണ് ഹൈ സ്പീഡ് ട്രെയിൻ ആയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻസ്. അതിനുശേഷം തന്നിരിക്കുന്നത് നോക്കാം. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം ബ്രിട്ടീഷുകാർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു എന്ന് നമുക്കറിയാം. അത്തരത്തിൽ അവർക്ക് യൂറോപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരം വസ്തുക്കളെല്ലാം തുറമുഖത്തേക്ക് എത്തിക്കണമായിരുന്നു.
അങ്ങനെയുള്ള യാത്ര എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രധാനമായും ആദ്യം റെയിൽ ഗതാഗതം ഇന്ത്യയിൽ കൊണ്ടുവരാമെന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് PYQ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ബോംബെ, ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെയാണ്. 1853 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത മുംബൈ താനെയാണ്, 1853. ഇനി കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ റെയിൽപാത, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. എപ്പോഴാണ്? 1861. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും ചോദിച്ചിട്ടുണ്ട്. എവിടം മുതൽ എവിടം വരെ എന്ന് ചോദിച്ചിട്ടുണ്ട്. വർഷമേത് എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ, ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെയാണ്, 1853. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്, 1861. ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. റെയിൽവേ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ ഇന്ന് നിലവിലുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ന് മെട്രോ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മെട്രോ സംവിധാനം പറയുന്നതിന് മുൻപായിട്ട് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അതിൻ്റെ കൂടെ പറയാവുന്നൊരു പോയിന്റാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ്, പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഇതോട് ചേർത്ത് PSC ചോദിക്കാറുള്ള കുറച്ച് വേർഡ്സ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിങ്ങനെ കേട്ടിട്ടുണ്ടോ? ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്, ഇങ്ങനെ 3 ഗേജുകളായിട്ടാണ് മൾട്ടി സ്റ്റേജിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ റെയിൽവേ. ഇതിൽ ബ്രോഡ് ഗേജിൽ പാളങ്ങൾക്കിടയിൽ 160 സെൻറ്റിമീറ്റർ അകലമുണ്ടാകും. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രോഡ് ഗേജിൽ 160 സെൻറ്റിമീറ്റർ അകലമുണ്ടാവും പാളങ്ങൾക്കിടയിൽ. മീറ്റർ ഗേജിലേക്ക് വരുമ്പോൾ അത് 100 സെൻറ്റിമീറ്റർ ആവും. 100 സെൻറ്റിമീറ്റർ അകലമായിരിക്കും മീറ്റർ ഗേജിൽ ഉണ്ടാകുന്നത്. നാരോ ഗേജിലേക്ക് വരുമ്പോൾ 70 സെൻറ്റിമീറ്റർ ആയിരിക്കും വീതിയായിട്ട് ഉണ്ടാവുക. ബ്രോഡ് ഗേജിൽ പാളങ്ങൾക്കിടയിൽ 160 സെൻറ്റിമീറ്റർ അകലമുണ്ടാകും. മീറ്റർ ഗേജിൽ 100 സെൻറ്റിമീറ്റർ ആയിരിക്കും. നാരോ ഗേജിൽ 70 സെൻറ്റിമീറ്ററുമാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ പ്രധാന നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണവും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എന്താണ് മെട്രോ? വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം ഇന്ന് നിലവിലുണ്ട്. തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ സംവിധാനം വരുന്നു എന്ന ന്യൂസുകൾ നമ്മൾ ഈ അടുത്തിടെയായിട്ട് കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള വൻ നഗരങ്ങളിൽ യാത്രാക്ലേശം പരിഹരിക്കാനും അതുപോലെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും മെട്രോ റെയിൽ സംവിധാനങ്ങൾ നമ്മളെ സഹായിക്കും. റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ. റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ നമ്മൾ പറഞ്ഞു, റെയിൽ ഗതാഗതം പഠിച്ചു. ഇനി റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ട്രെയിനിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരേ സമയം സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട മേന്മയല്ലേ? അതെ. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ട്രെയിൻ അല്ലെങ്കിൽ റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്. അതുപോലെ കൂടുതൽ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. വ്യാപാരത്തിൻ്റെ വികാസം ഇതുമൂലം സംഭവിക്കുന്നു. ഇതൊക്കെയാണ് റെയിൽ ഗതാഗതത്തിൻ്റെ പ്രധാന മേന്മകളായിട്ട് പറയുന്നത്. ഇനിയുള്ളതാണ് ജലഗതാഗതം. ജലഗതാഗതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതത്തെ ഉപയോഗിക്കുന്നത്
ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാനായി സാധിക്കും. സഞ്ചാരത്തിന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനായി നമുക്ക് ജലഗതാഗതം ഉപയോഗപ്പെടുത്താം. അതുപോലെ വിനോദത്തിനായി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ ഇവിടെ കണ്ടോ, ചരക്കുകളുടെ കൈമാറ്റത്തിന് അല്ലെങ്കിൽ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടും ജലഗതാഗതം ഉപയോഗപ്പെടുത്താം. വള്ളംകളി പോലെയുള്ള മത്സരങ്ങൾക്ക്, വിനോദ തരത്തിലുള്ള മത്സരങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ മത്സ്യബന്ധനത്തിനും ജലഗതാഗതം ഉപയോഗിച്ചു വരുന്നുണ്ട്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണി നിർമ്മിച്ചിരുന്നത്. ഇത് ആദ്യകാല തോണിയുടെ ഒരു മാതൃകയാണ് കേട്ടോ. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി. ഇവിടെയും ജലഗതാഗത നിർമ്മാണം അല്ലെങ്കിൽ ജലഗതാഗതത്തിന്റെ ഒരു വികാസ പരിണാമമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്, മെസ്സപ്പട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ടു നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിനുള്ള ഒരു തെളിവ് പോലെയാണ് തൊട്ട് താഴെ തന്നിരിക്കുന്ന ഈ ഭാഗത്ത് പറയുന്നത്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിനെ പറ്റി PYQയിൽ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, ഗുജറാത്തിലെ ലോഥൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലോഥൽ ഏത് സംസ്ഥാനത്താണ് എന്ന രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഡോക്യാർഡിനെ പറ്റിയുള്ള ചോദ്യങ്ങളും ലോഥലിനെ പറ്റിയുള്ള ചോദ്യങ്ങളും PSC നേരത്തെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ ഡോക്യാർഡിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസ്സപ്പട്ടോമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ്. ഓക്കെ, ലോഥലിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഗുജറാത്തിലെ ലോഥലിൽ ഡോക്യാർഡിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസ്സപ്പട്ടോമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നു എന്നതിന് തെളിവായിട്ടാണ് കണക്കാക്കുന്നത്. ജലഗതാഗതത്തെ 2 തരത്തിലാണ് തരംതിരിക്കുന്നത്. 1 ഉൾനാടൻ ജലഗതാഗതം എന്നും 2 സമുദ്ര ജലഗതാഗതം എന്നും. റെയിൽവേയുടെ കടന്നുവരവിന് മുൻപ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിന്നീട് ഇതിനായിട്ട് കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ: കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽവേ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇതിൽ പറയാനാണെങ്കിൽ, ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഈ ഒരു ദേശീയ ജലപാത നമ്പർ 3, നാഷണൽ വാട്ടർവേ 3, ഇപ്പോൾ 2016 ദേശീയ ജലപാത നിയമം അനുസരിച്ച് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാക്കി നീട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വിപുലീകരണത്തോടെ NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ഈ വിപുലീകരണം നടന്നിട്ടുള്ളത്. 2016 ദേശീയ പാത നിയമം അനുസരിച്ച് 111 ജലപാതകളെയാണ് ദേശീയ ജലപാതകളാക്കി പ്രഖ്യാപിച്ചത്. അത് ഉൾനാടൻ ജലഗതാഗതം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സ്റ്റൻഷൻ കൂടെ വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇത്തരത്തിലുള്ള വികസനങ്ങളൊക്കെ NW3 പോലെയുള്ള വാട്ടർ വേസിന്റെ വികസനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഉൾനാടൻ ജലപാത അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇതുകൂടാതെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളെ ജലപാതയുമായി ബന്ധിപ്പിക്കുന്ന ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളുടെ സംയോജനവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാൽ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്ക് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ എന്നിവ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യൂറോപ്യർ ജലഗതാഗതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്. നഗരത്തിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനായിട്ടാണ് ആദ്യകാലങ്ങളിൽ യൂറോപ്യർ കനാലുകൾ നിർമ്മിച്ചത്. ഇത്തരത്തിലുള്ളവയാണ് കനാലുകൾ. കുറച്ച് സുഗമമായ രീതിയിൽ ചരക്കുകൾ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും കനാലുകൾ. ആദ്യകാലങ്ങളിൽ ചരക്കുകൾ അല്ലെങ്കിൽ കൽക്കരി നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള കനാലുകൾ ജലയാത്രയ്ക്കും ഉപയോഗിച്ചു തുടങ്ങി. അപ്രകാരം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ എന്നിവയൊക്കെ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. ഇനി കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് പറഞ്ഞ 2 കനാലുകളെ പറ്റിയാണ് നോക്കുന്നത്. കനോലി കനാലും പാർവതി പുത്തനാറും. കനോലി കനാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗമെന്ന ആശയം മുന്നോട്ട് വെച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലിയാണ് 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പിന്നീടത് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാർവതി പുത്തനാർ തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. പാർവതി പുത്തനാർ തിരുവനന്തപുരം ജില്ലയിലാണ്. വേളി കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വേളി കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാർവതി പുത്തനാറാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്കു നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെയായിരുന്നു. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്കു നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെയായിരുന്നു. കാറ്റിന്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. ഇതാണ് പായ്ക്കപ്പലുകൾ. പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം കുറച്ചുകൂടി സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. പായ്ക്കപ്പലുകൾ കണ്ടെത്തിയതിനു ശേഷം മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ ആവി ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പായ്ക്കപ്പലിനേക്കാൾ കൂടുതൽ സുരക്ഷിതമാണ് ഇത്തരത്തിലുള്ള കപ്പലുകൾ. ആദ്യം പായ്ക്കപ്പലുകളാണ് കണ്ടെത്തിയത്. കാറ്റിന്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളെക്കാളും ആവിശക്തി കൊണ്ട് ഉപയോഗിക്കുന്ന ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ ആവിശക്തി കൊണ്ട് ഉപയോഗിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കുറച്ചുകൂടി സുരക്ഷിതമായ രീതിയിൽ സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടു. ഇതാണ് പിന്നീട് പരിണമിച്ച രൂപമായ കപ്പലിന്റെ പിക്ചർ. സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. അപ്പൊ എന്താണ് തീരദേശ ജലപാത, അന്താരാഷ്ട്ര ജലപാത? രാജ്യത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നതാണ് തീരദേശ ജലപാതകൾ വഴി. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലായോ? തീരദേശ ജലപാതയും അന്താരാഷ്ട്ര ജലപാതയും. രാജ്യത്തിനകത്ത് രാജ്യത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിലുള്ള
ചരക്ക് കൈമാറ്റത്തിൻ്റെയും യാത്രക്കാരെ കൊണ്ടുവരുന്നതിനുള്ള പാതകളാണ് തീരദേശ ജലപാതകൾ. മറ്റ് രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിലുള്ള ചരക്കു നീക്കവും യാത്രക്കാരെ കൊണ്ടുവരുന്നതിനുമാണ് അന്താരാഷ്ട്ര ജലപാതകൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ജലപാതയിലാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത്. ഇനി ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? പ്രധാനമായും നമുക്ക് പറയാം, താരതമ്യേന ചെലവ് കുറവാണ്, മലിനീകരണം കുറവാണ്. അതും നമുക്ക് പറയാവുന്നൊരു പോയിന്റാണ്, മലിനീകരണം കുറവാണ്. പിന്നെ നമ്മൾ പറഞ്ഞു, മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു സേവനവും അതുപോലെ തന്നെ യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? വിദേശ വ്യാപാരം സാധ്യമായി വരുന്നു. അപ്പോൾ അതും ജലഗതാഗതത്തിൻ്റെ ഒരു മേന്മയായിട്ട് നമുക്ക് പറയാം. ഇനി വ്യോമഗതാഗതമാണ്. വ്യോമഗതാഗതം ആദ്യം തന്നിരിക്കുന്നത് ഒരു കുറിപ്പാണ്, നമുക്കിത് വായിക്കാം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്വിസ് മോൺഗോൾഫിയർ. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്വിസിന്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയമുളവാക്കി. ആ കാഴ്ച ജാക്വിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോൺഗോൾഫിയറുമായി ചേർന്ന് ജാക്വിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്വിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. രസകരമായൊരു കുറിപ്പാണ് അല്ലെ ഇത്. കണ്ടെത്തലിൻ്റെ ഒരു ഘട്ടമാണ് നമുക്കിതിൽ വായിക്കാനായിട്ട് സാധിക്കുന്നത്. 1783 ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത് എന്നാണ് പറയുന്നത്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ, ഇതെവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് പറന്നുയർന്ന ശേഷം വേഗത കുറച്ച് താഴെ ഇറങ്ങാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. പാരച്യൂട്ടുകൾ നമുക്ക് കുറച്ചും കൂടെ പരിചിതമായിരിക്കും. പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും തന്നെ മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നവ ആയിരുന്നില്ല. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിലുള്ള വിമാനം നിർമ്മിച്ചത് നമ്മൾ പേര് കേട്ടിട്ടുണ്ടാവും, റൈറ്റ് ബ്രദേഴ്സ് ആയിരുന്നു. അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ് റൈറ്റ് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇവരാണ് അത്തരത്തിലുള്ള ആദ്യത്തെ വിമാനം നിർമ്മിക്കുന്നത്. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1 എന്നതായിരുന്നു. ഫ്ലയർ 1 അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിലുള്ള വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. റൈറ്റ് സഹോദരന്മാരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. ഇതാണ് ഫ്ലയർ 1. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. ഇതാണ് റൈറ്റ് ബ്രദേഴ്സ്, ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമ ഗതാഗതം എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമായി ദീർഘദൂര യാത്രകൾ വളരെയേറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമ ഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ്. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് വ്യോമ ഗതാഗതം. ഇതിൻ്റെ ഒരു മേന്മയാണ്. അതുപോലെ സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമ ഗതാഗത സംവിധാനം ഉപയോഗിച്ച് വരുന്നു. ഇന്ത്യയിലെ വ്യോമഗതാഗതം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന്
10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1911 അലഹബാദിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നു. അതാണ് വ്യോമഗതാഗതത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം സർവീസ് നടത്തി. എവിടെ നിന്നാണ്? ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കുമാണ് സർവീസ് നടത്തിയത് 1912. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് ആണ്. ടാറ്റ എയർലൈൻസ് 1932 ആദ്യത്തെ സർവീസ് നടത്തി. എവിടെ മുതൽ എവിടെ വരെ? കറാച്ചി മുതൽ മുംബൈ വരെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. 1911 അലഹബാദിൽ നിന്ന് നൈനിയിലേക്ക് 10 കിലോമീറ്റർ മാത്രം പറന്നുയർന്നു പോയി. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം. 1932 ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹു ആണ്. വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ് വ്യോമഗതാഗതം. വിവിധ ഭൂഖണ്ഡങ്ങളെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും വിവിധ ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള സന്ദർഭങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും വ്യോമഗതാഗതം ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. വായുമലിനീകരണം. ഡൽഹിയിൽ സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടു. ന്യൂഡൽഹി. വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ സ്കൂളുകളും കോളേജുകളും ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനവും നീട്ടി. ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. അപ്പോൾ ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? വാഹനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കൂടുന്ന സാഹചര്യത്തിൽ വായുമലിനീകരണം സംഭവിക്കുന്നു. ആ സാഹചര്യത്തിലാണ് പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള പൊതുഗതാഗത മാർഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് ഇത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്? ഒന്ന്, വാഹനങ്ങളുടെ ആധിക്യം കാരണം വായുമലിനീകരണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം, ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി ഇത്തരത്തിലുള്ള വാഹന പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? ഇവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്ന വിധത്തിൽ വാഹന പെരുപ്പം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു? ഒന്നാമത് വർദ്ധിച്ച ഗതാഗത കുരുക്ക്. നമുക്കറിയാം എത്രത്തോളം ട്രാഫിക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നത്. വർദ്ധിച്ച ഗതാഗത കുരുക്ക്. രണ്ടാമത് ഇവിടെ പറഞ്ഞതുപോലെ വായുമലിനീകരണം സംഭവിക്കുന്നു. ശബ്ദമലിനീകരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നു. പരിമിതമായ പാർക്കിംഗ് സൗകര്യമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൂടാതെ കാൽനടക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയുകയും ചെയ്യുന്നു. പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആശയവിനിമയം. ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം. ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി
വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയെല്ലാമാണ് ആശയങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്നത്? പ്രധാനമായും സംഭാഷണത്തിലൂടെ ആശയ കൈമാറ്റം നടക്കുന്നു. അതുപോലെ കത്തുകളിലൂടെ, എഴുത്തുകളിലൂടെയൊക്കെ ആശയ കൈമാറ്റം സംഭവിക്കാം. ഫോണിലൂടെ, ടെലിവിഷനിലൂടെ, ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ, പത്രമാധ്യമങ്ങൾ വഴിയെല്ലാം ആശയവിനിമയം സാധ്യമാണ്. ഇത്തരത്തിലുള്ള ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്തും ആശയവിനിമയം സാധ്യമായിരുന്നു. അതെങ്ങനെയാണ്? ആംഗ്യഭാഷയിലൂടെ സാധ്യമാണ്. പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ ചരിത്രത്തിൽ, ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രത്യേക ചിഹ്നങ്ങൾ, പ്രത്യേക ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ആശയ കൈമാറ്റം സാധ്യമായിട്ടുണ്ടായിരുന്നു എന്ന്. ആദിമ മനുഷ്യർ ശരീര മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീടവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളമായി ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. 30,000 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എടക്കൽ കേവിൻ്റെ സൈഡിലുള്ള പിക്ചറുകളുടെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ പ്രാചീന കാലത്തെ ഒരു ഗുഹയായിരുന്നു. അവരുടെ ഭിത്തിയിൽ വരച്ചിരുന്ന ചിത്രങ്ങൾ അന്നത്തെ കാലത്തെ ആശയവിനിമയത്തിൻ്റെ ഉദാഹരണമാണ്. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയ പ്രകടനത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയ പ്രകടനത്തിനാണ് ഉപയോഗിച്ചത്. പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകി. പിന്നീടാണ് ലിപികളും എഴുത്തുവിദ്യയും രൂപം കൊള്ളുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം. 5000 വർഷങ്ങൾക്ക് മുൻപ് എഴുത്തുവിദ്യ രൂപപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിലാണ് ഈ ലിപി അറിയപ്പെട്ടത്. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയുടെ പേരാണ് ഹൈറോഗ്ലിഫിക്സ് എന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഇത് PYQ ആണ് കേട്ടോ. ക്യൂണിഫോം എന്ന പേര്, ഹൈറോഗ്ലിഫിക്സ് എന്ന പേര് PYQ ചെക്ക് ചെയ്തവർ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. പഠിക്കേണ്ട ഒരു പോയിന്റാണ്. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. അവരുടെ ലിപിയാണ് ക്യൂണിഫോം ലിപി. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഇനി വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിന് മുന്നേ 2 പിക്ചർ തന്നിട്ടുണ്ട്, ക്യൂണിഫോം ലിപിയുടെയും ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെയും. ഇനി ഇവിടെ നോക്കാം, ചിത്രങ്ങൾ, 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തിനൊക്കെയാണ്? പണ്ട് കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത് ശിലയിലാണ് എഴുതിയിട്ടുള്ളത്. എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രതലം ശിലയാണ്. ശിലയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൂർത്ത കല്ലുകൾ ഉപയോഗിച്ച് ശിലയിൽ എഴുതപ്പെട്ടതാണ് ഇത്. രണ്ടാമത്തേത് ചെമ്പു തകിടിൽ ലോഹ എഴുത്താണി കൊണ്ട് എഴുതിയിട്ടുള്ള സന്ദേശം അല്ലെങ്കിൽ വാർത്തകൾ കൈമാറുന്നതിനുള്ള മാർഗമാണ് രണ്ടാമത് തന്നിട്ടുള്ളത്. മൂന്നാമത് തന്നിട്ടുള്ളത് നമുക്ക് കുറേ പേർക്കെങ്കിലും പരിചിതമായിട്ടുള്ളതായിരിക്കും. നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാകും. അതുപോലെ ചില പഴയ സിനിമകളിലും സീരിയലുകളിലൊക്കെ നമുക്ക് കണ്ട് പരിചയമുള്ളതായിരിക്കും. താളിയോലയാണ്. എഴുത്താണി അല്ലെങ്കിൽ നാരായം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ എഴുതുന്നത്, താളിയോലയിൽ എഴുതുന്നത്. ഓക്കെ. ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിനായി കുതിരകളെയും നായ്ക്കളെയും പക്ഷികളെയും ഒക്കെ ഉപയോഗിച്ചിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന മാർഗമാണ് രാജവിളംബരം ഈ ചിത്രീകരണത്തിൽ തന്നിട്ടുള്ളത്. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പത്തിലായി. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായിട്ടുള്ള ഗുട്ടൻബർഗ്
ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച അച്ചടി യന്ത്രമാണ് ഇത്. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാനായി തുടങ്ങി. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണ്. എന്നാൽ അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ മരക്കട്ടകൾ ഉപയോഗിച്ച് അച്ചടി യന്ത്രങ്ങൾ പ്രവർത്തിച്ചു. പിന്നീട് ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള അച്ചടി യന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയും അത് കൂടുതൽ വേഗത്തിൽ ആശയങ്ങളും വാർത്തകളും പ്രചരിക്കാനായി സഹായിച്ചു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാനായി തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നമുക്കിതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ആദ്യകാലത്ത് എങ്ങനെയാണ് ആശയവിനിമയം നടന്നിരുന്നത്? മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ്. ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്ത് എത്തിക്കുവാൻ കുതിരകളെയും നായകളെയും പക്ഷികളെയും ഒക്കെ ഉപയോഗപ്പെടുത്തി. അതിനുശേഷം രാജഭരണകാലത്ത് വാർത്തകളും വിളംബരങ്ങളും ഒക്കെ എങ്ങനെയാണ് കൈമാറ്റം ചെയ്തത്? രാജവിളംബരത്തിലൂടെയാണ് രാജഭരണകാലത്ത് ആശയങ്ങൾ കൈമാറുന്ന രീതിയായി ഉപയോഗിച്ചിരുന്നത് രാജവിളംബരമാണ്. അതേ തുടർന്നാണ് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നത്. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ എന്തായി? വാർത്താവിനിമയങ്ങളൊക്കെ പ്രചരിക്കുന്നത് എളുപ്പമാവാനായി തുടങ്ങി. അതിനുശേഷമാണ് തപാൽ സംവിധാനം നിലവിൽ വരുന്നത്. തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവോടെ ആശയവിനിമയം വേഗത്തിലായി, കുറച്ചുകൂടെ ഈസിയായി. ഗതാഗത രംഗത്ത് പുരോഗതി കൂടി സംഭവിച്ചപ്പോൾ തപാൽ സംവിധാനം വ്യാപകമായി. അതിനുശേഷം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വികാസം സംഭവിച്ചു. അത് ആശയവിനിമയ രംഗത്ത് കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. അതിനെ തുടർന്നാണ് ഇന്റർനെറ്റിന്റെ വരവ്. ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് കൂടുതൽ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആശയവിനിമയ രീതികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എത്ര തരം ആശയവിനിമയ രീതികളുണ്ട്? പ്രധാനമായും 2 തരത്തിലാണ്. ഒന്ന് വ്യക്തിഗത ആശയവിനിമയം, വ്യക്തികൾ തമ്മിലുള്ളതാണ്. രണ്ടാമത്തേത് ബഹുജന ആശയവിനിമയം, പൊതുജനങ്ങൾക്ക് ഒന്നിച്ച് നൽകുന്ന ആശയം. ആദ്യം നമുക്ക് വ്യക്തിഗത ആശയവിനിമയം നോക്കാം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതിനെ വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നു. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ. അതിന് ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ: ഇൻലൻഡ്, ടെലിഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ് മെഷീൻ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ ഇവയെല്ലാം വ്യക്തിഗത ആശയവിനിമയോപാധികൾക്ക് ഉദാഹരണമാണ്. അടുത്തതാണ് ബഹുജന ആശയവിനിമയം. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു വിഭാഗം ജനത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയ ഉപാധികൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗങ്ങൾ, തെരുവു നാടകങ്ങൾ. ഇത് കൂടാതെ പുസ്തകങ്ങൾ, മാഗസിനുകൾ, കലാരൂപങ്ങൾ, സിനിമ, സാമൂഹിക മാധ്യമങ്ങൾ എന്നീ മാർഗങ്ങളിലൂടെയും വലിയൊരു വിഭാഗം ആളുകളുമായിട്ട് ആശയ കൈമാറ്റം ചെയ്യാനായി നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവയും
ബഹുജന ആശയവിനിമയോപാധികളായിട്ടാണ് പരിഗണിക്കുന്നത്. പുസ്തകങ്ങൾ, മാഗസിനുകൾ, കലാരൂപങ്ങൾ, സിനിമ, സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയൊക്കെ. ഓക്കെ, ഇനി ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത് വീഡിയോ കോൺഫറൻസ്. അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും സാധിക്കും. അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറ്റം ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് വീഡിയോ കോൺഫറൻസ് അല്ലെങ്കിൽ VC. ഇ-കൊമേഴ്സ്. ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇ-കൊമേഴ്സ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇ-കൊമേഴ്സ്. ഇമെയിൽ. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനം ഇമെയിലാണ്. ഇനി ടെലിമെഡിസിൻ ആണ്. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. ആധുനിക സമൂഹത്തിന്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി കേരളത്തിൻ്റെ ഗതാഗത ഭൂപടം. കേരളത്തിൻ്റെ ഗതാഗത ഭൂപടമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സൂചിക നോക്കുകയാണെങ്കിൽ തുറമുഖം തന്നിട്ടുണ്ട്, വിമാനത്താവളം തന്നിട്ടുണ്ട്, റെയിൽവേ, MC റോഡ്, ദേശീയപാത, ജില്ലാ അതിർത്തി. ജില്ലാ അതിർത്തി ഇത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഓരോ ജില്ലയെയും വേർതിരിച്ച് കാണാനായി സാധിക്കും. ദേശീയപാത ചുവപ്പ് നിറത്തിലുള്ള കട്ടി വരയായി കൊടുത്തിരിക്കുന്നത് ദേശീയപാതയാണ്. ചുവപ്പ് നിറത്തിൽ തന്നെ കട്ടി കുറഞ്ഞ രേഖയായി കൊടുത്തിരിക്കുന്നതാണ് MC റോഡ്. MC റോഡിൻ്റെ നീളം എവിടം വരെ ഉണ്ടെന്ന് നമുക്കറിയാം. ദേശീയപാതയാണ് കൂടുതൽ ദൂരത്തിൽ ഏതൊക്കെ ജില്ലകളിലേക്ക് കണക്ടിവിറ്റി പോയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ജില്ലകളിലേക്കും കണക്ടിവിറ്റി കൊടുക്കുന്നതാണ് ദേശീയ പാതകൾ. റെയിൽവേ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മലയോര മേഖലകളിൽ റെയിൽവേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്ന തരത്തിലാണ് മാപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് വിമാനത്താവളം ഏതൊക്കെയാണ്? 4 പ്രധാന വിമാനത്താവളങ്ങളാണ് കേരളത്തിലുള്ളത്. തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളം, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, കോഴിക്കോട് അന്തർദേശീയ വിമാനത്താവളം, കണ്ണൂർ അന്തർദേശീയ വിമാനത്താവളം എന്നിങ്ങനെ 4 വിമാനത്താവളങ്ങളാണ് കേരളത്തിലുള്ളത്. തുറമുഖമാണ് അടുത്തത്. പ്രധാനപ്പെട്ട കേരളത്തിലെ തുറമുഖമാണ് കൊച്ചി തുറമുഖം. അതുകൂടാതെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും കേരളത്തിൻ്റെ ഭാഗമായി ഉണ്ട്. കൊച്ചി തുറമുഖം, വിഴിഞ്ഞം തുറമുഖം ഇവയാണ് കേരളത്തിൻ്റെ ഗതാഗത ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഭൂപടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ തന്നെ വ്യക്തമായ രീതിയിൽ ദിക്ക് സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഭൂപടത്തിൽ എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു, മാപ്പ് എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ സൂചികയും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വളരെ ചെറിയ രീതിയിൽ നമ്മൾ ഗതാഗത ഭൂപടത്തെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അത്യാവശ്യം
കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഗതാഗത ആശയവിനിമയ വിഭാഗത്തിലുള്ള കാര്യങ്ങളും അതുപോലെ അവയുടെ വികാസ പരിണാമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും കുറച്ച് ഹിസ്റ്റോറിക്കൽ പോയിന്റ്സും കുറച്ചധികം BYQ പോയിന്റ്സും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇത് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ചു പോകുന്ന കാര്യങ്ങൾ വിട്ട് കളയാതിരിക്കുക, റിവൈസ് ചെയ്യുക. എന്നാലേ നമുക്കതുകൊണ്ട് ഉപയോഗമുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.